ഗോകുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ക്രില്ലിൻ വെജിറ്റയെ ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുവാൻ അനുവദിക്കുന്നത്. വളരെ ദൂരെ നമുക്കെന്നൊരു ഗ്രഹമുണ്ടെന്നും അവിടെ പോയാൽ നമക്കന്മാരുടെ ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ചുകൊണ്ട് മരിച്ചുപോയ സുഹൃത്തുക്കളെ എല്ലാം തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ക്രില്ലിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ബുൾമയും മാസ്റ്ററോഷിയും കൂട്ടുകാരും ഗോകുവിന്റെ അഭ്യർത്ഥന മാനിച്ച് കായോസാമിയുടെ സഹായത്തോടു കൂടി നമക്കെന്ന ഗ്രഹം പ്രപഞ്ചത്തിന്റെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തുന്നതും അവിടേക്ക് പോകുവാൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സ്പേസ്ഷിപ്പ് തയ്യാറാക്കുവാൻ വേണ്ടി ബുൾമയും കൂട്ടുകാരും പദ്ധതി ഇടുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമക് സാഗയുടെ 1ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. കഥ തുടരുന്നത് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ക്രില്ലിനെയും ഗുഹാനെയും ഗോകുവിനെയും കാണിച്ചുകൊണ്ടാണ്. എന്നോടും ഗുഹാനും 3 ദിവസം ഇവിടെ അഡ്മിറ്റ് ആയിട്ടിരിക്കണമെന്ന് നേഴ്സ് പറഞ്ഞു എന്നും പറഞ്ഞ് ക്രില്ലിൻ ചിരിക്കുമ്പോൾ എന്നോട് 4 മാസത്തേക്ക് ഇവിടെ റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു പൊട്ടി ചിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് കേൾക്കുന്ന കരിൻസാമ, നീ വിഷമിക്കേണ്ടതില്ല ഗോകു, 1 മാസത്തിനകം എന്റെ തോട്ടത്തിൽ പുതിയ സെൻസോബിയും പൂക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഗോകുവിനെ സമാധാനിപ്പിക്കുകയും ചെയ്യും. ചുറ്റിപ്പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഗോകുവിനെ കാണാൻ മമ്മിയെപ്പോലുണ്ടെന്നും പറഞ്ഞ് ക്രില്ലിൻ കളിയാക്കുകയും യാജിറോബി ജീവനിൽ പൈന്ന് വെജിറ്റയുടെ ഒപ്പം ചേർന്ന് ഞാൻ നിന്റെ ഒപ്പം ചേരാൻ ഇവന്മാരെല്ലാം നമുക്ക് ഒറ്റക്കിടിച്ച് കൊല്ലാന്നും പറഞ്ഞ് കരഞ്ഞു മെഴുകിയതെല്ലാം അഭിനയിച്ച് കാണിച്ചുകൊണ്ട് ക്രില്ലിൻ അവിടെയുള്ള എല്ലാവരെയും ചിരിപ്പിക്കുകയും. എന്നാൽ അതെല്ലാം കേൾക്കുന്ന മലപ്രദേശത്തെ രാജാവും ചീച്ചിയുടെ അച്ഛനും കൂടിയായ ഓക്സ് കിങ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതെല്ലാം വിട്ടേക്ക്, നമുക്ക് മരിച്ചുപോയ സുഹൃത്തുക്കളെല്ലാം എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കുകയും ചെയ്യുന്നു. അന്നേരം ആശുപത്രി മുറിയിലേക്ക് ബുൾമ കഥകും ചവിട്ടിപ്പൊളിച്ച് ചാടിക്കയറി വരികയും കൂട്ടുകാരെ നിങ്ങൾ വാർത്ത കണ്ടില്ലേ എന്നും പറഞ്ഞ് TV ഓണാക്കി അവരെല്ലാം ഒരു വാർത്ത കാണിച്ചു കൊടുക്കുക. അതിൽ കാണുന്നത് ഒരു മാപ്പറ സീ ഫൈറ്റേഴ്സ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സയ്യാന്മാരുടെ മിച്ചമുണ്ടായിരുന്ന ഒരു പറക്കന്തളിക എവിടെയാണ് മനുഷ്യന്മാരെടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നും മറ്റുമാണ്. അതേസമയം ബുൾമ ക്രില്ലിൻ കൊടുത്ത സ്പേസ്ഷിപ്പിന്റെ റിമോട്ട് ആള് കളിച്ചുകൊണ്ട് അവളുടെ കയ്യിലെടുത്ത് പിടിക്കുകയും ആ പറക്കന്തളിക ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത കുറെ ബട്ടണിൽ ചറവറഞ്ഞക്കി കളിക്കുകയും. എന്നാൽ ബുൾമ വിചാരിച്ചതിന് വിപരീതമായി ആ പറക്കന്തളിക വളരെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നു. അത് കാണുന്ന ക്രില്ലിനും കൂട്ടുകാരും അലറി വിളിക്കുകയും ഒരു നിമിഷത്തേക്ക് അങ്ങ് ഇല്ലാണ്ടാവുകയുമാണ് ചെയ്യുന്നത്. നീ അതിനെ പണ്ടാരോ അടക്കാനുള്ള ബട്ടണിൽ പിടിച്ചാണോ ഞെക്കിയതെന്ന് ചോദിച്ച് ക്രില്ലിൻ ബുൾമയോട് ദേഷ്യപ്പെടും. സീ ഫൈറ്റേഴ്സിനെ എങ്ങനെയെങ്കിലും നമഗ്രഹത്തിൽ പോകുവാൻ ഏക ആശ്രയമായിരുന്ന പറക്കത്തടുകയും കൂടി പൊട്ടിത്തെറിക്കുന്നതോടുകൂടി നമഗ്രഹത്തിലേക്ക് പോകുവാനുള്ള അവരുടെ മുഴുവൻ ആഗ്രഹങ്ങളും പാഴായി പോവുകയാണ്. എന്നാൽ പരിതസ്ഥിതിക്ക് വിപരീതമായി ബുൾമ, നീയാണ് എന്റെ റിമോട്ട് തന്നത്, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, ഇനി നമ്മൾ സ്പേസ്ഷിപ്പില്ലാതെ എങ്ങനെ നമഗ്രഹത്തിൽ പോകും എന്ന് പറഞ്ഞ് തലയെ കൈവച്ച് ഉറക്കെ അലറുകയും ചെയ്യുന്നു. നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയും പൊലിഞ്ഞുപോയി എന്ന് പറഞ്ഞ് യാജിറോബിയും കരിൻസാമയും വിഷമിക്കുകയും എന്റെ മുഴുവൻ പ്രതീക്ഷയും നീ വെള്ളത്തിൽ വരച്ചല്ലോ എന്ന് പറഞ്ഞ് ക്രില്ലിൻ നിലത്തേക്ക് കുഴഞ്ഞും വീഴുന്നു. എന്നാൽ ബുൾമ തിരിഞ്ഞു നിന്ന് ജനലിന് പിറകിലായി ഒരു രൂപം പ്രത്യക്ഷപ്പെടവേ അത് കണ്ട് ബുൾമ നിലത്തേക്ക് തെറിച്ചു വീഴുന്നു. മിസ്റ്റർ പോപ്പോസാൻ എന്നും പറഞ്ഞ് ക്രില്ലിൻ ഓടി ചെല്ലുമ്പോൾ ആരെങ്കിലും എന്റെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സ്പേസ്ഷിപ്പ് കാണിച്ചു തരാം എന്ന് പോപ്പോ പറയുകയും ചെയ്യും. ആരാണിതെന്ന് മാസ്റ്റർ റോഷി ചോദിക്കുമ്പോൾ ഇവൻ കാമിസാമയുടെ വലങ്കൈ ആയിരുന്നെന്നും പറഞ്ഞ് കരിൻസാമ ചിരിക്കുന്നു. നിങ്ങളുടെ കൈ പറക്കം തൊടിക്കൈ ഉണ്ടെന്ന് മിസ്റ്റർ പോപ്പോയോട് ക്രില്ലിൻ വളരെ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ഞാനും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങളിൽ ആരെങ്കിലും എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മിസ്റ്റർ പോപ്പോ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ബുൾമയെ കൊണ്ട് മാത്രമേ സ്പേസ്ഷിപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്ന ക്രില്ലിൻ ബുൾമയെയാണ് മിസ്റ്റർ പോപ്പോയ്ക്കൊപ്പം പറഞ്ഞയക്കുന്നത്. എന്നാൽ മിസ്റ്റർ പോപ്പോയുടെ കറുത്തുരുണ്ട ഭയാനകമായ രൂപം കാണുമ്പോൾ ബുൾമയ്ക്ക് ചെറിയ ഭയം തോന്നുന്നുണ്ടെങ്കിലും വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതിനാൽ മിസ്റ്റർ പോപ്പോയുടെ മാന്ത്രിക പരവതാനിയിലേക്ക് ബുൾമ വലിഞ്ഞു കയറുന്നു. പതുക്കെ പോവണേ എന്ന് പറഞ്ഞുകൊണ്ട് ബുൾമ കണ്ണടച്ച് പിടിക്കുമ്പോഴത്തേന് മാന്ത്രിക പരവതാനി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും കൊടൂരമായ ഇരുട്ടും ശക്തമായ കാറ്റും ഒരുപാട് മലകളും കാഠിന്യമേറിയ തണുപ്പുമുള്ള ഒരു പ്രദേശത്തേക്ക് അവർ ഞൊടിയടിയിൽ ചെന്നെത്തുകയും ഇനി നീ താഴെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ പോപ്പോ പരവതാനിയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. എന്നാൽ വളരെയേറെ തണുപ്പനുഭവിക്കുന്ന ബുൾമ, ഇതേത് സ്ഥലമാണ്, ഇവിടെ സ്പേസ്ഷിപ്പ് ഒന്നും കാണുന്നില്ലോ എന്ന് മിസ്റ്റർ പോപ്പോയോട് പറയുകയും ഇതാണ് യുങ് സാബിറ്റ് ഹൈലാൻഡ്, നീ എന്റെ പുറകെ വരൂ എന്ന് പറഞ്ഞ് മിസ്റ്റർ പോപ്പോ നടന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ അത് കേൾക്കുന്ന ബുൾമ, എന്ത് യുങ് സാബിറ്റോ, എങ്ങനെയാണ് നീ ഒറ്റ നിമിഷം കൊണ്ട് ഭൂമിയുടെ എതിർവശത്ത് വരെ എത്തിയത് എന്നും പറഞ്ഞ് അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. ബുൾമ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മിസ്റ്റർ പോപ്പയോട് പുലമ്പുന്നുണ്ടെങ്കിലും മിസ്റ്റർ പോപ്പോ അതിനൊന്നും തന്നെ മറുപടി പറയാതെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു മലയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും മിസ്റ്റർ പോപ്പോ തിരിഞ്ഞു നിൽക്കുകയും അതുകൊണ്ട് ബുൾമ പേടിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ എന്റെ പുറകെ നീ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ പോപ്പോ ഓരോരോ മലയുടെ ഇടുക്കിൽ ചവിട്ടിക്കൊണ്ട് മുകളിലേക്ക് ചാടി കുതിച്ചു കയറുകയാണ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് നിന്നെ പോലെ ചാടി കയറുവാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുൾമ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ബുൾമയെ ഗവനിക്കാതെ മിസ്റ്റർ പോപ്പോ നടന്നു പോയതിനാൽ വേറെ നിവൃത്തിയൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്ന ബുൾമ ഓരോരോ മലയിൽ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വലിഞ്ഞു കയറി മുകളിലെത്തുകയും ചെയ്യുന്നു. മിസ്റ്റർ പോപ്പയുടെ പിറകെ വലിഞ്ഞു കയറി ചെന്ന ബുൾമ അതിനു മുകളിലുണ്ടായിരുന്ന ഒരു മൈതാനത്തിൽ വളരെയേറെ വലിപ്പമേറിയ എന്തോ ഒരു വിചിത്രമായ വസ്തു കണ്ടെത്തുകയും ചെയ്യുന്നു. അതിൽ പോയി തട്ടി നോക്കുന്ന ബുൾമ, ഇത് ഇരുമ്പല്ല, അതിനേക്കാൾ കട്ടികൂടിയ വേറെ എന്തോ മെറ്റീരിയലാണ്, ഇത് ഉറപ്പായി ഭൂമിക്ക് സ്വന്തമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഏതാണ് ഈ വിചിത്രമായ വസ്തു, എന്നോടല്ല
എല്ലാം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ബുൽമ അലറുമ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പേ കാമിസാമ മിസ്റ്റർ പോപ്പയോട് ഒരു കാര്യം പറയുകയുണ്ടായി. കാമിസാമ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്നത് ആൾതാമസം പോലും ഇല്ലാത്ത യുങ്സാബിറ്റ് എന്ന ഈ പ്രദേശത്തായിരുന്നു. മനുഷ്യ നടമാറ്റം പോലും ഇല്ലാത്ത ആ സ്ഥലത്ത് എങ്ങനെയാണ് അങ്ങ് ഒറ്റയ്ക്ക് ജീവിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യമായി ഇവിടെ വെച്ച് കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിന് ശക്തമായ തലയിടിച്ചതുപോലെ വളരെ വലിയൊരു വേദന അനുഭവപ്പെടുകയും അദ്ദേഹത്തിന് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒന്നും തന്നെ ഓർത്തെടുക്കുവാൻ സാധിക്കും. മോനെ നീ വിഷമിക്കണ്ട, ഞങ്ങൾ ഉടനെ വരാം എന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പറഞ്ഞ ഒരു വാക്ക് മാത്രമാണ് അദ്ദേഹത്തിന് ഓർമ്മയിലുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് യുൻസാബിറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ വസതിയായി അദ്ദേഹം കരുതിയിരുന്നത് ഈ കാണുന്ന വിചിത്രമായ വസ്തുവിനെയാണ്. കാമിസാമ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അവിടേക്ക് വന്നെത്തുമെന്ന് കരുതി ആൾതാമസം പോലും ഇല്ലാത്ത ആ പ്രദേശത്ത് ഒറ്റയ്ക്ക് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കാത്തിരിക്കുകയും മാതാപിതാക്കളെ കാത്ത് അദ്ദേഹം 40-50 വർഷം അവിടെ കാത്തിരിക്കുകയും അത്രയേറെ വർഷങ്ങൾ എത്തിയിട്ടും ആരും അദ്ദേഹത്തെ തേടി വരാഞ്ഞതിനാൽ അവിടെയുള്ള ജീവിതം എടുത്ത് അദ്ദേഹത്തിന്റെ വസതി യുൻസാബിറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്നുമാണ് പുറപ്പെട്ടു വന്നത്. നമ്മുടെ സ്ഥലത്ത് വന്നതിന് ശേഷവും ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാൻ കാമിസാമ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നോക്കുമായിരുന്നു എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മിസ്റ്റർ പോപ്പോ പറയുന്ന ഈ കഥയെല്ലാം കേട്ടുനിന്നിരുന്ന ബുൽമ, ഇതെല്ലാം നീ എന്തിനാണ് എന്നോട് പറയുന്നത്, എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്ന് മിസ്റ്റർ പോപ്പോയോട് പറയുകയും അദ്ദേഹം എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ വസതി കാണുവാൻ ഒരു വീട് പോലെ ആയിരുന്നില്ല, അത് 4 കാലുകളോട് കൂടിയതും യന്ത്രശക്തിയാൽ പ്രവർത്തിക്കുന്നതും വളരെ വിചിത്രമായതുമായ ഒന്നായിരുന്നു എന്നാണ് കാമിസാമ മരിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് മിസ്റ്റർ പോപ്പോ ബുൽമയെ കൂട്ടി ആ വിചിത്രമായ വസ്തുവിന്റെ താഴെ പോയി നിൽക്കുകയാണ്. എന്നിട്ട് പിക്കലോ എന്ന് മിസ്റ്റർ പോപ്പോ പറയുമ്പോൾ ആ വസതിയുടെ നടുക്ക് ഭാഗത്തു നിന്ന് ഒരു പ്രതലം താഴേക്ക് നീങ്ങി വരികയും അതിലേക്ക് മിസ്റ്റർ പോപ്പോയും ബുൽമയും കയറി നിന്നിട്ട് വീണ്ടും പിക്കലോ എന്ന് പറയുകയും ആ സമയം വസതിയിൽ നിന്നും അടന്നു വന്ന പ്രതലം തിരികെ പോയി അടയുകയും ചെയ്യുന്നു. അതിന്റെ ഉള്ളിൽ കയറിയ ബുൽമ അതിന്റെ ഉൾഭാഗം മുഴുവൻ കാണുമ്പോഴത്തേനും കാമിസാമ നമുക്കെന്നൊരു ഗ്രഹത്തിൽ നിന്നും വന്നതാണ്, അദ്ദേഹം ഒരു മനുഷ്യനല്ല, അപ്പോൾ ഉറപ്പായി ഇത് അദ്ദേഹത്തിന്റെ വീടായിരിക്കില്ല, അദ്ദേഹം നമുക്കെന്ന ഗ്രഹത്തിൽ നിന്ന് ഇവിടേക്ക് വരുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്പേസ് ഷിപ്പ് തന്നെയായിരിക്കും ഇത് എന്നൊക്കെ ബുൽമ പറയുമ്പോഴത്തേന് എനിക്കും മറ്റൊരു സംശയം തോന്നുകയുണ്ടായി. കാമിസാമ എർത്തിയനല്ല, പ്ലാനറ്റ് നമയ്ക്കനാണെന്ന് അറിഞ്ഞപ്പോൾ തലയിൽ ശക്തമായ ഒരു അടിയേറ്റത് കൊണ്ടാവും അദ്ദേഹത്തിന് പഴയ ഓർമ്മകൾ നഷ്ടമായത്, ഇത് അദ്ദേഹത്തിന്റെ വീടാണെന്നും അദ്ദേഹം എവിടെ നിന്നാണ് വന്നതെന്ന് അദ്ദേഹം മറന്നു പോവുകയും ചെയ്തത്. പ്ലാനറ്റ് നമക്കിൽ വളരെ വലിയൊരു ആപത്തോ അപകടമോ നടന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി. അതെല്ലാം കൂടി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പ്ലാനറ്റ് നമക്കിനിൽ വളരെ വലിയതായ എന്തോ ഒരു അപകടം സംഭവിക്കുകയും കാമിസാമയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഈ സ്പേസ് ഷിപ്പിൽ കയറ്റി അദ്ദേഹത്തെ സേഫായിട്ട് ഈ ഭൂമിയിലോട്ട് അയക്കുകയും ഞങ്ങൾ പുറകെ വന്നേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയുമായിരിക്കും ചെയ്തിരിക്കുക. അങ്ങനെ ഒരു സംശയം എന്റെ മനസ്സിൽ ഉടലെടുത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നത് എന്ന് ബുൽമയോട് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ പോപ്പോ ചിരിക്കുന്നു. ഇതേ സമയം ബുൽമ പിക്കലോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ സ്പേസ് ഷിപ്പിന്റെ വാതിൽ അടയുകയും തുറക്കുകയും ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയും സ്പേസ് ഷിപ്പിന്റെ നടുക്കായിട്ടുള്ള വളരെ വലിയൊരു ഇരിപ്പിടത്തിന്റെ വലതുവശത്തെ കൈപ്പിടിക്ക് മുന്നിലായി കുറെ നിയന്ത്രണ സ്വിച്ചുകൾ കണ്ടെത്തുകയും ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് അവിടെ ഇരിക്കുകയുമാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ബുൽമ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും പിക്കലോ എന്ന വാക്ക് പറയുമ്പോൾ ഈ സ്പേസ് ഷിപ്പിന്റെ വാതിൽ തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോൾ ഈ സ്പേസ് ഷിപ്പിന്റെ നിയന്ത്രണങ്ങൾ മുഴുവൻ ശബ്ദവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. പണ്ടൊരിക്കൽ ഗോകുവിനൊപ്പം പിക്കലോ ഫൈറ്റ് ചെയ്യാൻ വന്ന സമയത്ത് അദ്ദേഹം വിചിത്രമായ ഒരു പ്രാചീന ഭാഷ സംസാരിക്കുന്നതായി ഞാൻ കേട്ടിരുന്നു. അത് മിക്കവാറും അവരുടെ നമക്യൻ ഭാഷയായിരിക്കും. മിക്കവാറും ഈ ഉപഗ്രഹം നിയന്ത്രിക്കുവാൻ ആ നമക്യൻ ഭാഷയായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതൊക്കെ ബുൽമ പറയുന്നത് കേൾക്കുമ്പോൾ മിസ്റ്റർ പോപ്പോ, ശരിയാണ് ബുൽമ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമക്യൻ ഭാഷയിൽ പിക്കലോ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എന്നാണ് അർത്ഥം. നമക്യൻ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്പേസ് ഷിപ്പ് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് നമക്യൻ ഭാഷ അറിയാമെന്ന് പറഞ്ഞ് മിസ്റ്റർ പോപ്പോ ചിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമുക്കൊന്ന് പരീക്ഷ നോക്കാം. ജൂപ്പിറ്ററിനടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമക്യൻ ഭാഷയിൽ ഈ സ്പേസ് ഷിപ്പിനോട് നീ പറയൂ എന്ന് മിസ്റ്റർ പോപ്പയോട് ബുൽമ പറയുന്ന സമയം മിസ്റ്റർ പോപ്പോ നമക്യൻ ഭാഷയിൽ ജൂപ്പിറ്ററിനടുത്തേക്ക് കൊണ്ടുപോകാൻ സ്പേസ് ഷിപ്പിനോട് പറയുകയും പെട്ടെന്ന് കൈപ്പിടിയിൽ കുറെ ബൾബുകൾ കത്തുകയും വളരെ വലിയ വേഗത്തിൽ ഞൊടിയുടെ മാത്രയിൽ ആ സ്പേസ് ഷിപ്പ് അവരെ ജൂപ്പിറ്ററിനരികിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇത് വർക്കായിരിക്കുന്നു, ഉറപ്പായി നമുക്ക് പ്ലാനറ്റ് നമയ്ക്കനിൽ ചെല്ലാൻ സാധിക്കുമെന്നും പറഞ്ഞ് ബുൽമ വളരെ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. അതെല്ലാം കാണുന്ന മിസ്റ്റർ പോപ്പോ, കാമിസാമ അങ്ങേ ഞങ്ങൾ തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ആനന്ദക്കണ്ണീർ തുടയ്ക്കുകയും ചെയ്യും. ശേഷം നമ്മൾ കാണുന്നത് വീണ്ടും ആശുപത്രി മുറിയിലേക്ക് ബുൽമയും മിസ്റ്റർ പോപ്പയും വന്നെത്തുകയും ഇത് വളരെ സക്സസ്ഫുൾ ആണ് സുഹൃത്തുക്കളെ, അതൊരു സ്പേസ് ഷിപ്പ് തന്നെയാണ്. കാമിസാമയുടെ ഈ സ്പേസ് ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1 മാസത്തിനകം പ്ലാനറ്റ് നമയ്ക്കനിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. ആ സ്പേസ് ഷിപ്പിൽ കുറച്ച് അറ്റകുറ്റപ്പണികൾ മിച്ചമുണ്ട്, അതിനെനിക്ക് 5 ദിവസം മതിയാകും. നമക്യൻ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ സ്പേസ് ഷിപ്പ് നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. പോപ്പോസാനം ഉള്ളതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഇത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് ബുൽമ എല്ലാവരെയും സന്തോഷിപ്പിക്കുമ്പോൾ, അയ്യോ ഞാനോ, എനിക്ക് 2 മാസത്തിന് കാമിസാമയുടെ താവളത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് പോവേണ്ടത്, ഞാൻ നിങ്ങളെ നമക്യൻ ഭാഷ പഠിപ്പിച്ചു തരാമെന്ന് മിസ്റ്റർ പോപ്പോ ബുൽമയോട് പറയുകയും ചെയ്യും. അത് കേട്ട് ബുൽമ പേടിക്കുന്നുണ്ടെങ്കിലും ക്രില്ലിൻ, നിന്നെ കൊണ്ട് സാധിക്കും ബുൽമ, നീ ഭയങ്കര മിടുക്കിയാണ്, ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സംഭവം എല്ലാം ചെയ്യാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. അവിടം വളരെ ആപത്തുള്ള സ്ഥലമാണ്, എന്തായാലും അവിടേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോവുകയില്ല, എന്റെ കൂടെ ആരെങ്കിലും ഒക്കെ വരണം എന്ന് പറഞ്ഞ് ബുൽമ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും തന്നെ പ്രതികരണമില്ലാതെ സ്റ്റക്കായതുപോലെ തന്നെ നിൽക്കുന്നതും വളരെയേറെ അപകടം പറ്റി കിടക്കുന്നതിനാൽ എനിക്കിപ്പോൾ ഗോകുവിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല, അപ്പോൾ ഞാൻ ആരെ കൊണ്ടുപോകും? ക്രില്ലിൻ, നീ എന്റെ കൂടെ വരില്ലേ എന്നും പറഞ്ഞ് ക്രില്ലിനോട് ചോദിക്കുകയും അതിനെന്താ ഉറപ്പായി ഞാൻ വരുമെന്ന് പറഞ്ഞ് ക്രില്ലിൻ ചിരിക്കുകയാണ്. അതെല്ലാം കാണുന്ന ഗോകു, എനിക്ക് നിന്റെ കൂടെ വരണമെന്നും പ്ലാനറ്റ് നമുക്ക് കാണണമെന്നും വളരെയേറെ ആഗ്രഹമുണ്ട്, പക്ഷേ
പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. എന്നാൽ അതെല്ലാം കാണുന്ന ഗുഹാൻ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു. എന്നിട്ട് വളരെ ഗാംഭീര്യത്തോടെ ഞാനും വരുന്നു നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ് അലർന്നു. എന്നാൽ അത് കേൾക്കുന്ന ചീച്ചി വളരെയേറെ ദേഷ്യത്തോടെ വരികയും ഗുഹാൻ ഇത് കുട്ടിക്കളിയൊന്നുമല്ല, നിന്നെ ഞാൻ എന്തായാലും അങ്ങോട്ട് വിടില്ല, നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഗുഹാനെ വഴക്ക് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുന്ന ഗുഹാൻ വളരെയധികം ദേഷ്യപ്പെടുകയും ഇത് തമാശയൊന്നുമല്ല, എനിക്ക് ശരിക്കും പോണം, പിക്കലോസാൻ എന്റെ കൈ കൊണ്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞ് വളരെ പക്വതയോടെ സംസാരിക്കുന്നു. നിന്റെ പരിക്കുകൾ പോലും മാറിയിട്ടുമില്ല ഗുഹാൻ, നിന്നെ കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറയും ചീച്ചി അവനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിലും കെട്ടിയിരുന്ന മുറിവിന്റെ കെട്ടുകൾ മുഴുവൻ ഗുഹാൻ വലിച്ചു പറിച്ച് കളയുകയും എന്തായാലും ഞാൻ പോവുക തന്നെ ചെയ്യും, ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ജീവിത്യാഗം ചെയ്ത എല്ലാവർക്കും ജീവൻ കൊടുക്കുവാൻ ഡ്രാഗൺ ബോൾ ആവശ്യമാണ്, എനിക്ക് പിക്കലോയും മരിച്ചുപോയും മറ്റു കൂട്ടുകാരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, അതിന് ഞാൻ പോവുക തന്നെ ചെയ്യുന്നു പറഞ്ഞ് വളരെ തീക്ഷ്ണതമായ നോട്ടത്തോടെ അലറിക്കൊണ്ട് നിലത്തിറങ്ങി നിൽക്കുന്നു. അതെല്ലാം കാണുന്ന ചീച്ചി ഒരു നിമിഷം ഭയക്കുന്നുണ്ടെങ്കിലും ചീച്ചിയുടെ അച്ഛൻ ഓക്സ് കിങ് വന്നിട്ട് അവന്റെ ആഗ്രഹം അതാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ, അവനും കൂടെ കാരണമാണ് ഈ ഭൂമി ഇന്ന് നിലനിൽക്കുന്നത്. ഗുഹാന്റെ വാക്കുകളെല്ലാം കേൾക്കുന്ന ഗോകു വളരെയേറെ സന്തോഷിക്കുകയും നിന്നെ ഓർത്ത് എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് ഗുഹാൻ, നീ ഓരോ ദിവസം കഴിയുമ്പോൾ ശക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. ചേച്ചിയുടെ വിഷമമെല്ലാം കാണുന്ന ബുൾമ അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പെട്ടെന്ന് മിസ്റ്റർ പപ്പോ നിനക്ക് 5 ദിവസം കൊണ്ട് നമക്കൻ ഭാഷ പഠിക്കാൻ സാധിക്കുമോ എന്ന് ബുൾമയോട് തിരക്കുമ്പോൾ അതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഞാനൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്, അതെന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് ബുൾമ ചിരിക്കും. അതുകൊണ്ട് എനിക്ക് 10 ദിവസം വേണം, 10 ദിവസം കഴിയുമ്പോൾ കാമിസ്വാമിയുടെ വീട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബുൾമി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 10 ദിവസങ്ങൾക്ക് ശേഷമുള്ള അന്തരീക്ഷമാണ്. കാമിസ്വാമിയുടെ വസതിക്ക് മുന്നിലായി ബുൾമ ആ വളരെ വലിയ സ്പേസ്ഷിപ്പ് കൊണ്ട് ലാൻഡ് ആക്കി വെക്കുകയും അതുകൊണ്ട് മാസ്റ്റർ റോഷി ഇതിലാണോ നിങ്ങൾ പ്ലാനറ്റ് നമക്കലിലേക്ക് പോകാൻ തുടങ്ങുന്നത്, കണ്ടിട്ട് വളരെ വിചിത്രമാണല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അവിടെ നിന്ന് നമഗ്രഹത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ബുൾമിയുടെയും ഗ്രില്ലിന്റെയും മുന്നിലേക്ക് മറ്റൊരു സ്പേസ്ഷിപ്പ് വന്നിറങ്ങുകയാണ്. അതിൽ നിന്ന് സ്കൂൾ കുട്ടികളുടെ പോലെയുള്ള ഉടുപ്പുകളൊക്കെ അണിഞ്ഞുകൊണ്ട് ഗുഹാൻ നിരത്തേക്ക് ഇറങ്ങുന്നു. അത് കാണുന്ന ക്രില്ലിനും ബുൾമിയും മാസ്റ്റർ റോഷിയും തല കുത്തി കിടന്ന് ചിരിക്കുന്നു. എന്താണ് ഗുഹാൻ നീ ഈ കോമാളി വേഷത്തിലെന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചീച്ചി അവിടേക്ക് ഇറങ്ങി നിൽക്കുന്നതായി കാണുന്ന ക്രില്യൻ നിന്റെ മുടിക്ക് എന്ത് പറ്റി ഗുഹാൻ എന്ന് മാത്രം ചോദിക്കുമ്പോൾ എനിക്കറിയാം, രാവിലെ എന്നെ കണ്ടപ്പോൾ തൊട്ട് അച്ഛൻ ഇതുവരെ ചിരി പോലും അടക്കിയിട്ടില്ല, നിങ്ങളും ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഗുഹാൻ തലകുനിച്ച് നിൽക്കുകയാണ്. ഇവന് ഞാൻ നല്ല ജെന്റിൽമാൻമാരുടെ പോലെയുള്ള വേഷം അണിയിച്ചതാണെന്ന് പറഞ്ഞ് ചീച്ചി ചിരിക്കുമ്പോൾ ഗുഹാൻ തല താഴ്ത്തി നിൽക്കും. എത്രയും വേഗം ഡ്രാഗൺ ബോളുകൾ കണ്ടുപിടിക്കണം, നിന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നും പറഞ്ഞ് മാസ്റ്റർ റോഷി ക്രില്യന് കൈ കൊടുക്കുകയും ചെയ്യും. ശേഷം സ്പേസ്ഷിപ്പിന്റെ നടുക്കുഭാഗത്തായി വന്ന് നിൽക്കുന്ന ബുൾമ പിക്കലോ എന്ന് പറയുകയും പെട്ടെന്ന് സ്പേസ്ഷിപ്പിന്റെ വാതിൽ തുറന്ന് താഴേക്ക് വരികയും അതിലേക്ക് ക്രില്യനും ബുൾമയും ഗുഹാനും കയറി നിൽക്കുകയും എല്ലാവരും വിട പറയുന്ന സമയം കൊണ്ട് പിക്കലോ എന്ന് ബുൾമ വീണ്ടും പറയുകയും പതുക്കെ അതിന്റെ വാതിലുകൾ അടയും. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഗുഹാനും ക്രില്യനും ടാറ്റ കൊടുക്കുകയും ചെയ്യുന്നു. അതിനകത്ത് കയറിയ ബുൾമയുടെ സ്വഭാവം പെട്ടെന്ന് മാറുകയും ഒരു തലൈവിയെ പോലെ പെരുമാറാൻ തുടങ്ങുകയുമാണ്. ഞങ്ങളുടെ ഈ പെട്ടികളും ബാഗെല്ലാം എവിടെ വെക്കുമെന്ന് ക്രില്യൻ ചോദിക്കുമ്പോഴത്തേനും നീയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വെക്കട എന്ന് പറഞ്ഞുകൊണ്ട് ബുൾമ ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് സ്പേസ്ഷിപ്പിനെ മിന്നൽ വേഗത്തിൽ പറത്തുവാൻ ആരംഭിക്കുകയാണ്. 5 സെക്കൻഡിൽ പുറപ്പെടുമെന്ന് കമാൻഡ് വരുമ്പോഴത്തേനും ഗുഹാനും ക്രില്യനും ഓടി വന്ന് 2 സീറ്റിൽ പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ വേഗത്തിൽ പറക്കാൻ തുടങ്ങുന്നതിനാൽ അവർക്കതിൽ പിടിച്ചിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഭൂഗുരുത്താകർഷണം അവരെ ആകർഷിക്കുകയും പെട്ടെന്ന് അവരെ ആ സീറ്റിൽ ഒരു തരത്തിൽ വലിഞ്ഞു കയറി ഇരിക്കുകയും ചെയ്യുന്നു. ശരമിന്നൽ വേഗത്തിൽ പറന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്പേസ്ഷിപ്പ് നോക്കിക്കൊണ്ട് ബുൾമയുടെയും മാസ്റ്റർ റോഷിയും ഗുഹാന്റെ വീട്ടുകാരും നിൽക്കുന്നതും കാണിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തായി സ്പേസ്ഷിപ്പ് ചെല്ലുമ്പോഴത്തേനും ഇനി നിങ്ങൾ പേടിക്കേണ്ട, ഇഷ്ടമുള്ളതുപോലെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറുവാനായി ബുൾമ എഴുന്നേറ്റ് പോവുകയും അത് കാണുന്ന ക്രില്യൻ അയ്യോ മാറാൻ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല, ഗുഹാൻ നീ കൊണ്ടുവന്നതെന്ന് ഗുഹാനോട് തിരക്കുകയും ചെയ്യും. ഞാൻ ആദ്യമേ എടുത്തു വെച്ചത് മറ്റൊരു ഡ്രസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാൻ ആ ഡ്രസ്സ് എടുത്ത് അണിയുകയാണ്. പുതിയ ഡ്രസ്സുകൾ ഇട്ട് നിൽക്കുന്ന ഗുഹാനെ കാണുമ്പോൾ ക്രില്യൻ ഞെട്ടുകയാണ് ചെയ്യുന്നത്. ഗുഹാൻ ഇത് കാണുവാൻ പിക്കലോയുടെ ഡ്രസ്സ് പോലെ തന്നെയുണ്ടല്ലോ, വളരെ നന്നായിട്ടുണ്ട്, പിക്കലോയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ഗുഹാനോട് തിരക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന ഗുഹാൻ അതെ ഉറപ്പായും എന്റെ അച്ഛനെ പോലെ തന്നെ പിക്കലോയെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നു. ഡ്രസ്സ് മാറി ഇറങ്ങി വരുന്ന ബുൾമയും ക്രില്യനും ഗുഹാനും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും ശരവേഗത്തിൽ ഭൂമിയിൽ നിന്ന് കാമിയുടെ സ്പേസ്ഷിപ്പ് നവഗ്രഹം ലക്ഷ്യമാക്കി പറന്നു പോയിക്കൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇനിയാണ് പ്ലാനറ്റ് നമക്കനിലേക്കുള്ള ബുൾമയുടെയും ക്രില്ലിന്റെയും ഗുഹാന്റെയും പ്രയാണം ആരംഭിക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.